ഹായ് വെൽക്കം ബാക്ക് ഇറ്റ്സ് മീ ജിജി. നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ നിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ OBS അല്ലെങ്കിൽ സ്ട്രീം ലാബ്സിൽ എങ്ങനെയാണ് ഒരു സീൻ സെറ്റ് ചെയ്യുക, അതിനകത്ത് എങ്ങനെയാണ് സോഴ്സ് ആഡ് ചെയ്യുക, അതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമുക്ക് ടൈം കളയാതെ നേരെ വീഡിയോയിലോട്ട് പോകും. ഞാനത് സ്ട്രീം ലാബ്സിലാണ് കാണിക്കാൻ പോകുന്നത്, കാരണം OBS ലൈവ് ഞാൻ ഓൾറെഡി റെക്കോർഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാനാണ്. അപ്പോൾ ഞാൻ സ്ട്രീം ലാബ്സിൽ ഞാനത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വരുന്നൊരു വിൻഡോ ഈ ഒരു രീതിയിലാണ്. ഇതിൽ ഓൾറെഡി ഒരു സീൻ ഉണ്ട്, സീൻ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഡിഫോൾട്ടായിട്ട് ഒരു സീൻ ക്രിയേറ്റ് ആയി വരും. അപ്പോൾ നമ്മുടെ ഒരു ഇൻ്റർഫേസ് ഒക്കെ എല്ലാം ഈ രീതിയിൽ തന്നെയാണ്. അപ്പോൾ എനിക്ക് മൊത്തത്തിൽ 3 സീനാണ് വേണ്ടത്. ഒന്ന് സ്റ്റാർട്ടിങ്, ഒന്ന് ഗെയിം, ഒന്ന് എൻഡ്. ആ ഒരു രീതിയിലാണ് ഞാനൊരു സീൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 3 സീനാണ് ഉള്ളത്. 3 സീനിലും എങ്ങനെയാണ് പിന്നെ സോഴ്സ് ആഡ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള ഡീറ്റെയിൽ ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഇതൊന്ന് റീനെയിം ചെയ്തു, കാരണം നമുക്ക് ഇത് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഡിഫോൾട്ട് ഒരു വിൻഡോ അതിനകത്ത് എപ്പോഴും ഉണ്ടാവും. ഞാനിപ്പോൾ സ്റ്റാർട്ടെന്ന് കൊടുക്കാം. സ്റ്റാർട്ടെന്ന് കൊടുത്തു, ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത്. ഇനി നമുക്ക് അടുത്തത് ഒരെണ്ണം കൂടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത സീനിൻ്റെ പേര് ചോദിച്ചു, ഞാൻ ഗെയിമെന്ന് കൊടുത്തു. ഡൺ പറഞ്ഞു. ജസ്റ്റ് നമുക്ക് എൻഡ് എന്ന് പറഞ്ഞ സീൻ കൂടി വേണം. ജസ്റ്റ് പ്ലസ് പ്രസ് ചെയ്തു, എൻഡ് എന്ന് ടൈപ്പ് ചെയ്തു. ഓക്കെ, അപ്പോൾ അങ്ങനെ 3 സീനായി. സ്റ്റാർട്ട്, ഗെയിം, എൻഡ്. ഈ സീൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഫോൾഡർ പോലെ ആയിരിക്കും സീൻ എപ്പോഴും വർക്ക് ചെയ്യുക. നമുക്ക് ഈ സീനിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ എനിക്ക് സ്റ്റാർട്ട് എന്ന് പറയുന്നതിൽ ഞാൻ ജസ്റ്റ് സോഴ്സിൽ വന്നിട്ട് സ്റ്റാർട്ട് എന്ന് പറയുന്ന ഈ സീൻ സെലക്ട് ചെയ്തു. അതിനുശേഷം സോഴ്സിൽ വന്നിട്ട് ഈ പ്ലസ് ഐക്കൺ പ്രസ് ചെയ്തു. ഞാനിവിടെ ഒരു വീഡിയോ ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു വീഡിയോ ഇരിപ്പുണ്ട്. ഗെയിമിങ് സ്ട്രീം ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു വീഡിയോ ഇരിപ്പുണ്ട്. അപ്പം ഞാനത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഈ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഇത്രയും നമ്മുടെ സീൻസ് സോഴ്സ് ഇത്രയും സോഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ എനിക്ക് വീഡിയോ ആണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ വീഡിയോ എന്ന് പറയുന്നത് മീഡിയ സോഴ്സാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആഡ് സോഴ്സ് പ്രസ് ചെയ്യുക. ആ സോഴ്സിൻ്റെ പേര് ചോദിച്ചു. അപ്പം ഞാൻ അതിനകത്ത് സ്റ്റാർട്ട് വീഡിയോ എന്ന് കൊടുക്കാം. സ്റ്റാർട്ട് വീഡിയോ എന്ന് കൊടുത്തു. നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നെയിം കൊടുക്കുന്നത്. എല്ലാത്തിനും കൊടുത്തു. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത് ഫയൽ ഏതാണെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഒരു ഫയൽ ബ്രൗസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്തു. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ സ്റ്റാർട്ട്, എൻ്റെ ഒരു വീഡിയോ ഉണ്ട്, സ്റ്റാർട്ടിങ് സൂം എന്നൊരു വീഡിയോ ഉണ്ട്. ഞാൻ ജസ്റ്റ് അത് എനേബിൾ ചെയ്തു. അപ്പോൾ ഇതാണ് ആ വീഡിയോ. ഇനി നമ്മൾ എനിക്ക് ഇതിനകത്ത് ആവശ്യം ലൂപ്പ് ചെയ്യണത്, കാരണം ഇത് കുറച്ച് സമയമേ ഉള്ളൂ, ഒരു 10-20 സെക്കൻഡേ ഉള്ളൂ ഈ വീഡിയോൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ ലെങ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വീഡിയോ പോയിട്ട് ഇവിടെ ഒരു ബ്ലാക്ക് സ്ക്രീൻ ആവും ഇതേപോലെ. ഇതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ലൂപ്പ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ എനേബിൾ ചെയ്യണം. ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. ഇനി ആ വീഡിയോ എൻഡാവില്ല, ലൂപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് എന്നിട്ട് വേറൊന്നും മാറ്റാനൊന്നുമില്ല. അങ്ങനെ ഓക്കെ, ജസ്റ്റ് ഡൺ പറയാം. ഈ സ്റ്റാർട്ടിങ് എന്ന് പറയുന്ന ഇത് സെറ്റായി. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് 2 ഐക്കൺ കാണാൻ പറ്റും. ഒരു ലോക്കിൻ്റെ ഒരു ബട്ടൺ, കൂടാതെ ഒരു ഐ. ഈ ലോക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് ഓൾറെഡി സെലക്ട് ആയി നിൽക്കുന്നത്. ഞാനിപ്പോൾ ഈ ലോക്ക് ബട്ടൺ പ്രസ് ചെയ്യണമെങ്കിൽ ഈ സെലക്ഷൻ ഇവിടെ നിന്ന് പോകും. ഇനി നമുക്ക് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. മറ്റേത് നമ്മൾ ജസ്റ്റ് എനിക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ടോ. ലോക്ക് ചെയ്ത് നമുക്ക് അങ്ങനെ ലോക്ക് ചെയ്ത് സേഫ് ആക്കി വെക്കാം. അപ്പോൾ ആക്സിഡൻ്റ് ആയിട്ട് നീങ്ങൊന്നുമില്ല. അങ്ങനെ രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ലോക്കിൻ്റെ ബട്ടൺ. ഒരു കണ്ടന്റ് ഒരു ഐക്കൺ കൊടുത്തിട്ടുണ്ട്. ഇത് ഹിഡനും വിസിബിളും ആണത്. നമുക്ക് ഈ ഒരു സോഴ്സ് മാത്രമായിട്ട് നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വിസിബിൾ ചെയ്യുന്നത് അത് തന്നെ പ്രസ് ചെയ്തത്. ഇനി നമുക്ക് എൻഡ് സെറ്റ് ചെയ്യാം. അപ്പോൾ എൻഡ് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഗെയിം സെറ്റ് ചെയ്യാം. ഗെയിമിലാണ് കുറച്ചധികം ഫയൽസ് ഉള്ളത്. എൻഡിലും സെയിം തന്നെയാണ്. എൻ്റെ ഒരു വീഡിയോ ഉണ്ട്. നമ്മൾ പ്ലസ് ക്ലിക്ക് ചെയ്തു, മീഡിയ സോഴ്സ് പറഞ്ഞു, മീഡിയ സോഴ്സ് പറഞ്ഞു, ആഡ് സോഴ്സ് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഓൾറെഡി ഞാനൊരു വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. ആ സോഴ്സ് ഇവിടെ കാണിച്ചു തന്നു. സ്റ്റാർട്ട് വീഡിയോ എന്ന് പറയുന്നത് സോഴ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണോ വേണ്ടതെന്നാണ് ഇവർ ചോദിക്കുന്നത്. എനിക്ക് അതല്ല വേണ്ടത്, പുതിയൊരു മീഡിയ സോഴ്സാണ് വേണ്ടത്. വേറൊരു വീഡിയോ ആഡ് ചെയ്യാനാണ്. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ആഡ് എ ന്യൂ സോഴ്സ് ഇതൊന്ന് ടോഗിൾ ഒന്ന് എനേബിൾ ചെയ്തു. എന്നിട്ട് ഇവിടെ ഒരു പേര് ചോദിച്ചു. അപ്പോൾ ഞാൻ എൻഡ് വീഡിയോ എന്ന് കൊടുക്കും. എൻ്റെ വീഡിയോ ഒന്ന് കൊടുത്തു. ആഡ് സോഴ്സ് ക്ലിക്ക് ചെയ്തു. നേരത്തെ പോലെ തന്നെ ബ്രൗസ് ചെയ്തു. ഇതിനകത്ത് വന്നിട്ട് എൻഡിൽ വന്നിട്ട് എൻ്റെ ഒരു വീഡിയോ ഉണ്ട്, എനേബിൾ ചെയ്തു. ഇതാണ് ആ വീഡിയോ.
ഇനി നമുക്ക് ഇതിനകത്തും എനിക്ക് ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ ജസ്റ്റ് ലൂപ്പ് എനേബിൾ ചെയ്തു, അല്ലെങ്കിൽ നേരത്തെ പോലെ ബ്ലാക്ക് കളറായിട്ട് മാറും വീഡിയോ ലെങ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ. ഡൺ പറഞ്ഞു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടായി എൻഡായി. ഈ ഒരു 2 രീതി നമ്മൾ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ഗെയിം എന്ന് പറയുന്ന സീനിൻ്റെ ഉള്ളിൽ സോഴ്സ് ആഡ് ചെയ്യാം. സോഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗെയിം എന്നുള്ള സീൻ സെലക്ട് ചെയ്തു, സോഴ്സിലൂടെ പ്രസ് ചെയ്തു. ഇനി നമുക്ക് ഗെയിം ക്യാപ്ചറാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഗെയിം ക്യാപ്ചർ എന്ന് പറയുന്ന ഒരു ഇത് കിടപ്പുണ്ട് ഇവിടെ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്പ്ലേ ക്യാപ്ചർ ചെയ്യാം. ചില ഗെയിംസ് ഡിസ്പ്ലേ ക്യാപ്ചറിലായിരിക്കും വർക്ക് ചെയ്യുക, ചില ഗെയിംസ് മാത്രം. അതായത് നമ്മുടെ ലീഗ് ഓഫ് ലെജൻസ് പോലത്തെ ഗെയിംസ് ഡിസ്പ്ലേ ക്യാപ്ചർ ചെയ്യേണ്ടി വരും. അപ്പം എനിക്ക് ആവശ്യം ഗെയിം ക്യാപ്ചറാണ്. ഞാൻ കൂടുതൽ അത് തന്നെയാണ് ഉപയോഗിക്കാറ്. അപ്പം നമുക്ക് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു വിൻഡോയിലൂടെ നമുക്ക് സ്വിച്ച് ചെയ്തിട്ട്, ഇപ്പോൾ ഒരു മോണിറ്റർ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ പല വിൻഡോയിലൂടെ സ്വിച്ച് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഡിസ്കോഡിൽ പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ട് ആരാണെന്ന് നോക്കാൻ പോകേണ്ടി വരും, എന്തെങ്കിലും ചാറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നോക്കാൻ പോകേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഗെയിം ക്യാപ്ചറാണ് നല്ലത്. 2 മോണിറ്ററുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് ഒരു മോണിറ്റർ ഫുള്ള് ഗെയിം ക്യാപ്ചറിന് വേണ്ടി യൂസ് ചെയ്യാം. മറ്റേ മോണിറ്ററിന് നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഒരു മോണിറ്ററുള്ള ആൾക്കാർ ഗെയിം ക്യാപ്ചർ ഉപയോഗിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഞാൻ ജസ്റ്റ് ഗെയിം ക്യാപ്ചറാണ് ഉപയോഗിക്കുന്നത്. സെലക്ട് ചെയ്തു, ആഡ് സോഴ്സ് പറഞ്ഞു, നെയിം ചോദിച്ചു. നെയിം ഗെയിം ക്യാപ്ചർ എന്ന് തന്നെ കിടക്കട്ടെ, ഞാൻ മാറ്റുന്നില്ല അത്. ആഡ് സോഴ്സ് ക്ലിക്ക് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ ഓട്ടോ മോഡ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി ഞാൻ എൻ്റെ PC-യിൽ അപ്പെക്സ് ലെജൻസ് ഓപ്പൺ ആയി വെച്ചിട്ടുണ്ട്. ഈ ഓട്ടോയിലിട്ടപ്പോൾ തന്നെ ഇവർ ഈ ഗെയിം പിക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതല്ല, നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഈ ഒരു വിൻഡോ എന്ന് വെച്ചാൽ പറയാം. അതിനകത്ത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ക്യാപ്ചർ സ്പെസിഫിക് വിൻഡോ എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ അടിയിൽ വിൻഡോ എന്ന് പറയുന്നതിനകത്ത് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള ആപ്പുകളെല്ലാം കാണിക്കും. ഓൾറെഡി ഇതിനകത്ത് അപ്പെക്സ് ലെജൻസ് ഇവർ ഡിഫോൾട്ടായിട്ട് ചൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണിക്കുന്നുണ്ട്, ഇത് ഡിഫോൾട്ടായിട്ട് ഒരു ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ചൂസ് ചെയ്തുകൊണ്ട് ഞാനത് ഓക്കെ ഡൺ പറയാണ്. നമുക്ക് ഞാനത് വേറെ ഒന്നും ചെയ്യാനില്ല. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു വിൻഡോ ക്ലോസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടായി, ഗെയിമായി, എൻഡായി. ഇപ്പോൾ ഈ ഒരു 3 വിൻഡോ നമ്മൾ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിനകത്ത് തന്നെ ഗെയിം സോഴ്സിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് വേറെ കുറച്ച് ഫയൽസും കൂടി ആഡ് ചെയ്യണമെന്ന് വിചാരിക്കാം. അതായത് എനിക്കിപ്പോൾ എൻ്റെ കയ്യിൽ ക്യാമറ ഉണ്ട്, അപ്പോൾ എനിക്ക് ക്യാമറ ആഡ് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണത് എങ്ങനെ നോക്കാം. അതിന് നമ്മൾ ഈ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ക്യാമറ എൻ്റെ കയ്യിലുള്ളത് ഇമേജ് അല്ല, ഞാൻ വീഡിയോ ആണ് ഉപയോഗിക്കുന്നത്. ക്യാമറ ഓവറിൽ ആദ്യം നമുക്ക് നമ്മുടെ മീഡിയ സോഴ്സ് തന്നെ ആഡ് ചെയ്യാം. മീഡിയ സോഴ്സ് ആഡ് ചെയ്യാനായിട്ട് ഒരു വീഡിയോ ആണ് എൻ്റെ കയ്യിൽ ക്യാമറ ഓവറിലുള്ളത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് മീഡിയ സോഴ്സ് ക്ലിക്ക് ചെയ്തു, ആഡ് സോഴ്സ് പറഞ്ഞു. ഇപ്പോൾ ഓൾറെഡി 2 സോഴ്സ് ഉണ്ട്, ഇതാണെന്ന് ചോദിച്ചു. നമുക്ക് എല്ലാം എന്ന് പറഞ്ഞു, പേര് കൊടുക്കാം. ക്യാമറ ഓവർലെയാണ്, ഞാൻ ജസ്റ്റ് ഒരു പേര് കൊടുത്തു. സോഴ്സ് എവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ ഓക്കെ, ഇതാണ് എൻ്റെ ക്യാമറ ഓവർലെ. ഞാൻ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്തു. ഈ ഒരു വിൻഡോ ആണ്. ഇതും വീഡിയോ ആയതുകൊണ്ട് എനിക്കിത് ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് ഇതേപോലെ വന്നിട്ട് ജസ്റ്റ് വീഡിയോ ലെങ്ത് കഴിയുമ്പോൾ പോകും. അപ്പോൾ ഞാൻ ലൂപ്പ് എനേബിൾ ചെയ്തിട്ട് ഡൺ പറഞ്ഞു. അപ്പോൾ ഇതാണ് എൻ്റെ ക്യാമറ ഓവർലെ. ഞാൻ ജസ്റ്റ് എനിക്കത് ഇവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത്. നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് എവിടെയെന്ന് വെച്ചാൽ വെക്കാം. പിക്സൽസും കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. എനിക്ക് ഇവിടെയാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ ഞാനത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. എനിക്ക് എൻ്റെ ക്യാമറ ക്യാപ്ചർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും പ്ലസ് ക്ലിക്ക് ചെയ്തു. എൻ്റെ വീഡിയോ ക്യാപ്ചർ ഡിവൈസ് ക്ലിക്ക് ചെയ്തു. ആഡ് സോഴ്സ് പറഞ്ഞു. ഒരു നെയിം ചോദിച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ക്യാം എന്ന് ടൈപ്പ് ചെയ്തു. അപ്പോൾ ഓൾറെഡി എൻ്റെ ക്യാം ഇവിടെ ഡിക്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്, C922 Pro സ്ട്രീം വെബ് ക്യാം. ഓൾറെഡി ഞാൻ ഈ ക്യാം വേറൊരു ആപ്പ് ഉപയോഗിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ബ്ലാക്ക് ആയിട്ട് കാണിക്കുന്നത്. ഞാൻ അതിന് പകരം ലോജിക് ക്യാപ്ചർ എടുക്കുമ്പോൾ ക്യാമറ ഇപ്പം ഇത് ഒരേ സമയം ഓരോ ആപ്പിൽ കൂടുതൽ ക്യാമറ ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ലോജിക് ക്യാപ്ചർ എടുത്ത് കഴിഞ്ഞപ്പോൾ ക്യാമറ കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനൊരു എറർ മെസ്സേജ് വരും. ഞാൻ ഇത് വെച്ച് ജസ്റ്റ് കാണിച്ചു തരാം. എന്നിട്ട് ഞാനിപ്പോൾ ഡൺ പറഞ്ഞു. ഇപ്പോൾ ഇതിൻ്റെ ക്യാമറയാണ്. ഈ ക്യാമറയുടെ മുകളിലാണ് എനിക്ക് ഈ ക്യാമറ ഓവർലേ വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി. അപ്പോൾ അലൈൻമെൻറ്റ് മാറ്റം വന്നിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഇതിനെ സ്കെയിൽ ചെയ്യാം. ജസ്റ്റ് നമ്മൾ സാധാരണ സ്കെയിൽ ചെയ്യണ പോലെ ഈ കോർണറിൽ പ്രസ് ചെയ്തിട്ട് സ്കെയിൽ ചെയ്ത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്യാം.
ഓക്കെ, അപ്പോൾ എൻ്റെ ക്യാമറ ഓവർലേ സെറ്റ് ചെയ്തു. ഇനി എനിക്ക് വേറെയും കുറച്ച് എൻ്റെ ലോഗോ ഒക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് വീണ്ടും പ്ലസ് പ്രസ് ചെയ്തു, മീഡിയ സോഴ്സ് കൊടുത്ത്. എൻ്റെ കയ്യിൽ മിക്കതും വീഡിയോ ആണ് ഉള്ളത്, അതുകൊണ്ടാണ് മീഡിയ സോഴ്സ് എപ്പോഴും എടുക്കേണ്ടി വരുന്നത്. ഞാൻ ലോഗോ എന്ന് കൊടുത്തു, ആഡ് സോഴ്സ് പറഞ്ഞു. ഇനി ബ്രൗസ് ക്ലിക്ക് ചെയ്തു. ഇതിൽ എൻ്റെ ലോഗോ ഉണ്ട്. ലോഗോ ഇതാണ് എൻ്റെ ലോഗോ. ഇതിനകത്ത് എനിക്ക് ലൂപ്പ് എനേബിൾ ആണ്, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് എൻ്റെ ആവും വീഡിയോ. ലൂപ്പ് ക്ലിക്ക് ചെയ്തു, റൺ പറഞ്ഞു. ഇനി എനിക്ക് ഇത് ഇങ്ങോട്ട് നീക്കി വെക്കണമെങ്കിൽ നീക്കി വെക്കാം. നമുക്ക് ഇതിൻ്റെ അവിടെ പിക്സൽസ് കാണിക്കുന്നുണ്ട്, നമുക്ക് മിഡിലായോ ഇല്ലയോ നമുക്ക് അറിയാൻ പറ്റും. ഏകദേശം മിഡിലാക്കാം. ഓക്കെ, ഒരു പിക്സലിന് വ്യത്യാസമുണ്ട്. നമുക്ക് ഇത് ഞാൻ ചൂസ് ചെയ്തു. ഈ ഒരു ഇതും കൂടി ആഡ് ചെയ്യണം. ഞാൻ ജസ്റ്റ് വീഡിയോ ക്യാപ്ചർ തന്നെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്തു. മീഡിയ സോഴ്സ് എന്ന് ക്ലിക്ക് ചെയ്തു, ആഡ് സോഴ്സ് പറഞ്ഞു. ഞാൻ സോഷ്യൽ എന്ന് പേര് കൊടുക്കണം, സോഷ്യൽ എന്നൊരു പേര് കൊടുത്തു. ഇനി ബ്രൗസ് കൊടുത്തു, സോഷ്യൽ. ഈ ഒരു ഇമേജ്, ഈ ഒരു വീഡിയോ ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ട്. ഇത് എനിക്ക് ലൂപ്പ് ചെയ്യണം. ഡൺ പറഞ്ഞു. ജസ്റ്റ് ഇതിനിങ്ങോട്ട് നീക്കി അലൈൻമെൻറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ അലൈൻമെൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇതെല്ലാം ലോക്ക് ചെയ്ത്, ഇനി ഇപ്പോൾ വെറുതെ നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നീങ്ങാതിരിക്കാൻ വേണ്ടി ഞാൻ അത് ലോക്ക് ചെയ്തു. ഈ ഒരു രീതിയിലാണ് നമ്മൾ സീനും സോഴ്സും സെറ്റ് ചെയ്യുന്നത്. സോഴ്സിനകത്ത് ഇനിയും പല സാധനങ്ങളും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതെല്ലാം ഞാൻ വരുന്ന വീഡിയോസിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. എങ്ങനെയാണ് അലേർട്ട് സെറ്റ് ചെയ്യുന്നത്, സൗണ്ട്സ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു, ബൈ.